ടോപ്പേഴ്സ് അക്കാദമിയിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള +1, +2 സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും 8, 9, 10 ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടോപ്പേഴ്സിന്റെ ഭാഗമാകാം. എ ഡിഫറന്റ് അപ്രോച്ച് ടു സക്സസ്. കരുളായി ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രത്തിൽ ദേവിയുടെ പിറന്നാൾ സദ്യയുണ്ണാനെത്തിയ ആര്യാടൻ ഷൗക്കത്ത് MLA. നിലമ്പൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി കൂടിയായ ഷൗക്കത്ത് വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന തൃക്കാർത്തിക മഹോത്സവം ഉൾപ്പെടെയുള്ള മിക്ക ആഘോഷ പരിപാടികളിലും ആര്യാടൻ ഷൗക്കത്ത് പങ്കെടുക്കാറുണ്ട്. തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പിറന്നാൾ സദ്യ കഴിക്കാൻ എല്ലാ തവണയും എത്താറുള്ള MLA ഇത്തവണ ഇലക്ഷൻ കാലത്ത് നിലമ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി കൂടിയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലാണ്. ഈ ചെമ്മന്തിട്ട ഭഗവതിയുടെ ഈ ക്ഷേത്രത്തിന്, ഈ കാവിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. കേരളത്തിൽ തന്നെ, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്നൊരു കാവാണ് ഈ ഭഗവതി കാവ്. പക്ഷേ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഓരോ വർഷവും ഈ തൃക്കാർത്തിക ഉത്സവം അതിഗംഭീരമായി വിപുലമായി നടന്നുകൊണ്ടിരിക്കും. ഈ വർഷമൊക്കെ ഒരു 3000 ചില്ലാനം ആളുകൾക്കാണ് ഭക്ഷണം വിളമ്പിയത് ഒരു നേരം തന്നെ. ഇനിയുള്ള 3 ദിവസം ആളുകൾക്ക് ഭക്ഷണം വിളമ്പിയും അതുപോലെ തന്നെ പൂജകളും ഹോമങ്ങളും ഒക്കെ നടത്തി വലിയ ആത്മീയ ചോദന നൽകുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും. ഈ 4 പതിറ്റാണ്ടിലേറെ കാലം പഴക്കമുള്ള ഈ തൃക്കാർത്തിക ഉത്സവത്തിന് ഈ നാട് മുഴുവൻ ഒന്നിച്ച് നിൽക്കുന്നു എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ കടന്നു വരുന്നുണ്ട്. ഇലക്ഷനായിട്ട് വന്നതൊന്നുമല്ല. കഴിഞ്ഞ വർഷം തൃക്കാർത്തിക ഉത്സവത്തിന് വന്നിരുന്നു, അന്ന് ഇലക്ഷനൊന്നുമില്ല. അതിന് മുൻപത്തെ ഉത്സവത്തിനും വന്നിരുന്നു, അന്നും ഇലക്ഷനില്ല. എന്തായാലും കൂടുതൽ വിശ്വാസികൾ കടന്നു വരുന്ന ഈ കാവിൻ്റെ ഈ ഉത്സവം ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഓരോ വർഷവും അതതിൻ്റെ ഉന്നതികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഇനിയും അത് കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ. അതിന് ഭഗവതിയുടെ അനുഗ്രഹമുണ്ട്, പ്രാർത്ഥനയുണ്ട്. അതിനാൽ ആളുകളോട് കുശലാന്വേഷണം നടത്തുന്നതോടൊപ്പം മണ്ഡലത്തിലെ പരിചയക്കാരോട് വോട്ടഭ്യർത്ഥനയും നടത്തിയാണ് അദ്ദേഹം മടങ്ങിയത്. നാടിന്റെ നാനാതുറകളിൽ നിന്നുള്ള 3500-ലധികം ആളുകളാണ് തിങ്കളാഴ്ച ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയുടെ പിറന്നാൾ സദ്യ കഴിക്കാനെത്തിയത്. കക്കോടൻ അബ്ദുൽ നാസർ, അനീഷ് കരുളായി തുടങ്ങിയവരും MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുളായി.